ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഫിഷ് കറിയാണ്. മിൽക്ക് ഫിഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പൂമീൻ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയും. അപ്പം ഇവിടെയൊക്കെ പറയുന്നത് പൂമീൻ എന്നാണ്. അപ്പം അതിനകത്ത് ഞാൻ നന്നായിട്ട് കഴുകി സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് എല്ലാം വെച്ചിരിക്കുന്നു. ഒരു വെള്ളമൊക്കെ ഊറ്റിക്കളയണം കേട്ടോ. വെള്ളം ഒന്നും ഒട്ടും പാടില്ല. പിന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, കറി ലീവ്സ് വേണം, ഇതെല്ലാം വേണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് പറയാം. ഞാൻ 5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അധികം എരിവൊന്നും വേണ്ടല്ലോ. പക്ഷേ എന്നാൽ നമ്മുടെ കറി നല്ല കളർഫുള്ളായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഇതെല്ലാം ഒരു പാനിനകത്തിട്ട് നമുക്ക് നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഒട്ടും ഓയിൽ ഉപയോഗിക്കേണ്ട, എണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ് ഞാനിത് ചൂടാക്കി എടുക്കുന്നത്. ഒന്ന് കളർ മാറി വരുമ്പോഴത്തേനും നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കണം. ഈ മിക്സ്ചർ നമുക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുഴയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ സെയിം പാൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞായിട്ട് കീറി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ മിക്സ്ചർ അതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പാകമാവട്ടെ. അത് പാകമാകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ മിക്സ്ചർ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കുഴമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് കറി ലീവ്സൊക്കെ ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കറി ലീവ്സ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കുടംപുളിയില്ലേ, മീൻ പുളി, അത് ഞാനൊരു കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പോള വേണം. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് ബോയിലാവണം. ഈ മിക്സ്ചറെല്ലാം ഒന്നും നല്ലപോലെ ബോയിലാക്കി കഴിഞ്ഞതിന് ശേഷം അത് മാറ്റുക. മീൻ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ കർലീസൊക്കെ ഞാൻ ഇപ്പോൾ നേരത്തെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഈ മീൻ ഓരോരോ ലെയറായിട്ടാണ് ഞാൻ വെക്കുന്നത്. അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വന്നത്, നമ്മൾ തിളച്ച് ഇരിക്കുന്ന നമ്മുടെ കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറി ലീവ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതും ഒന്നുകൂടി ടേസ്റ്റ് കൂടും. എന്നിട്ട് അധികം ഒന്നും പ്രസ് ചെയ്യരുത് കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഒന്ന് അനക്കിയിട്ടൊന്ന് കുലുക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് സ്റ്റൗവിൽ വെക്കാം. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. 5 മിനിറ്റ് ആകുമ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുലുക്കിയിട്ടൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറി അങ്ങനെ റെഡിയായി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കായപ്പൊടി, ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അനക്കി വെക്കുക, ആ മിക്സ്ചർ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം സെറ്റാണ്. ഇപ്പം പക്ഷേ ഇത് അടച്ച് വെക്കൽ, ഇതിൻ്റെ ആവി മൊത്തം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് സ്ഥലം ഇട്ടിട്ട് വേണം അത് അടയ്ക്കാനായിട്ട്. ആവി നന്നായിട്ട് പോകണം. കുറച്ച് കറി ലീവ്സൊക്കെ അതിലിട്ട് കൊടുക്കാം, ഒന്ന് ടേസ്റ്റ് വരാൻ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത് ആവിയെല്ലാം ഫുള്ള് പോയി കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ചതാണ് കേട്ടോ. പിറ്റേ ദിവസം എടുക്കാം മീൻകറി. പിറ്റേ ദിവസം എടുത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അതിനകത്ത് ആവിയൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. രാത്രി വെക്കുകയാണെങ്കിൽ രാത്രി മീൻകറി വെച്ചാൽ പിറ്റേന്ന് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഈ മീൻകറി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ്, നല്ല കളർഫുള്ളായിട്ടുള്ളതും അതിൻ്റെ മാംസമൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ നല്ല ചൂട് ചോറിനകത്ത് ഈ മീൻകറിയൊക്കെ കൂട്ടി ഉണ്ടോ, മാംസമൊക്കെ നല്ല സോഫ്റ്റാണ്. എന്നാൽ പൊട്ടിപ്പോയിട്ടൊന്നും ഇല്ലാതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.